بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ച് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ, അപ്രകാരം തന്നെ മസ്ജിദ് നബവിയിൽ രണ്ട് ഖതീബുമാരും ചർച്ച ചെയ്തതായ വിഷയം വിശുദ്ധ റമദാനാണ്. സഹനിർഭരിതമായിട്ട് സത്യവിശ്വാസികൾ ഈ ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായ ബാധ്യതകളും റമദാനിന്റെ മസായിലുകളും റമദാനിലെ അഹ്കാമുകളും ഒക്കെയാണ് ഇന്ന് ഖുത്ബകള് പ്രാസംഗികന്മാര് ചർച്ച ചെയ്യാറുള്ളത്. ഈ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് അതിന്റെ വിശാലമായ അനുഗ്രഹീതമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അർപ്പിച്ചതായ ആ പ്രത്യേകതയോടെ നാം സ്വീകരിച്ചു. നമ്മളിലേക്ക് ആഗതമായി നാം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിൽ വളരെ ആഹ്ലാദവും സന്തോഷവും സത്യവിശ്വാസികൾ ഉടലെടുത്തു. അൽഹംദുലില്ലാ, ഈ വിശുദ്ധ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് വർഷം തോറും നമുക്ക് നിർബന്ധമാക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളതായ എല്ലാ ഉമ്മകൾക്കും എല്ലാ സമൂഹങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അപ്പോൾ തഖ്വയുള്ളവരായി മാറുക എന്നതായ ആ പ്രത്യേകതയാണ് നമ്മൾ നിന്നിട്ട് ഉടലെടുക്കേണ്ടത് ഈ മാസത്തിൽ. അഥവാ മറ്റു മാസങ്ങളിലൊക്കെ നാം തഖ്വ ഉള്ളവരാണെങ്കിലും തഖ്വയോട് കൂടിയാണ് ജീവിക്കുന്നതെങ്കിലും അതിലെല്ലാം ധാരാളം വീഴ്ചകൾ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ മുസ്ലിം ജീവിക്കുമ്പോൾ ആ മുസ്ലിമിന് തഖ്വയോട് കൂടി ജീവിക്കാൻ ധാരാളം പ്രയാസമുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ടായിരുന്നു നാം തഖ്വയെ സ്ഥാപിക്കാൻ വേണ്ടി, തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി പാടുപെടാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി വിശുദ്ധ റമദാനിലൂടെ അതിനു വേണ്ടി കളമൊരുക്കി തരികയാണ്, അതിനുവേണ്ടി ചുറ്റുപാടുണ്ടാക്കി തരികയാണ്. തഖ്വ നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉടലെടുക്കാൻ നമുക്ക് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ലളിതമായ രൂപത്തിൽ തഖ്വ കൈക്കൊള്ളാനുള്ളതായ ചാൻസുകൾ ഉണ്ടാക്കി തരികയാണ്. മക്ക ഇമാം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ മാസത്തിൽ. പിശാചികളിൽ നിന്നിട്ട് പോക്കിരിമാരായ അവരിൽ നിന്നിട്ട് ഇഫ്രീത്തുകളായ പിശാചികളെ എന്ന് വേറെ റിപ്പോർട്ടുകളുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി നമ്മുടെ ശത്രുക്കളുടെ എണ്ണം നമുക്ക് തഖ്വ സ്ഥാപിക്കാൻ, തഖ്വ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരീകരിക്കാൻ, തഖ്വ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റാനുള്ളതായ തടസ്സങ്ങളെല്ലാം നമുക്ക് നീങ്ങുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് തഖ്വ അല്ലാഹുവിന്റെ മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാൻ വേണ്ടിയുള്ളതായ എല്ലാ ചുറ്റുപാടുകളും ഈ മാസത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് നൽകുന്നു, ഉണ്ടാക്കി തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം നൽകിയതായ ആ ഹദീസിൽ കാണാം, കുല്ലു അമലി ഇബ്നി ആദമ ലഹ് ഇല്ല സൗം, ആദമിന്റെ സന്തതി ചെയ്യുന്ന സർവ്വ അമലുകളും അത് അവന് വേണ്ടിയുള്ളതാണ്, നോമ്പൊഴിച്ച് ഫൈന്നഹു ലീ, അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അഥവാ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി അടിമ ചെയ്യുന്നതായ അമലാണ് നോമ്പ്. അഥവാ അവന് നോമ്പ് നോക്കുകയും നോക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ടാണ് നോക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നത് അവന് ആ നോമ്പിലൂടെ സ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ അമലാണ് നോമ്പെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അള്ളാഹു തുടരുന്നു, ഖുദ്സിയായ
എത്തിയ ഹദീസിൽ വഅന അജ്സി ബിഹി, അവന് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായ പ്രതിഫലം, നോമ്പിന് മറ്റു അമലുകൾക്കില്ലാത്തതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതുപോലെ, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മാസത്തിലൂടെ ചെയ്തതായ ഈ മഹാപ്രത്യേകത നാം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടേണ്ടതാണ്. 11 മാസത്തിലൂടെ നാം ചെയ്തതായ തെറ്റായ കാര്യങ്ങൾ, നാം ചെയ്തതായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ വീഴ്ചകൾ, അതെല്ലാം നികറ്റാനുള്ളതായ ഒരു ചാൻസ് ആണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഈ റമദാനിലൂടെ ഉണ്ടാക്കി തരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടയിലും അടിമയുടെ ഇടയിലും ഉള്ളതായ രഹസ്യ ബന്ധമാണ് നോമ്പ് എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകാറുണ്ടായിരുന്നു ഈ മാസം വരുന്നതായ സമയത്തിൽ സഹാബാക്കളോട്. എന്നതുപോലെ മക്ക ഇമാമും ലോക മുസ്ലിങ്ങളോട് ആ സകലം സന്തോഷവാർത്ത നൽകിയും കൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. വിശുദ്ധ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്ന, അല്ലെങ്കിൽ അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഉല്ലിഖത്ത് അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ പിശാചികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്നാൽ ഇങ്ങനെയുള്ളതായ ഈ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതായ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായ സമയത്ത് നാം എന്ത് വേണം എന്നത് റസൂലുള്ളാഹി തന്നെ നമ്മളോട് വിവരിക്കുകയാണ്. ഖൈറനെ ഉദ്ദേശിക്കുന്ന, നന്മയെ ഉദ്ദേശിക്കുന്ന വിഭാഗമേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പറയപ്പെടുന്നതാണ് ഈ മാസത്തിൽ ഓരോ ദിവസത്തിലും, യാ ബാഗിയൽ ഖൈർ, ഖൈറിനെ, നന്മയെ ഉദ്ദേശിക്കുന്ന വിഭാഗമേ, അഖ്ബിൽ, നിങ്ങൾ മുന്നിട്ട് വരിക, നിങ്ങൾ രംഗത്തിറങ്ങുക, നിങ്ങൾ പ്രവർത്തിക്കുക. പ്രവർത്തിക്കാനുള്ളതായ മഹാ ചാൻസാണ്, മഹാ ചുറ്റുപാടാണ്, മഹാ അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയും പോലെ, ഷർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗം, തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗത്തോട് അക്സിർ, നിങ്ങൾ ഷോർട്ടാക്കുക, നിങ്ങൾ അതിനെ ചുരുക്കുക, അതിനെ ഈ മാസത്തിലെങ്കിലും ചുരുക്കിയും കൊണ്ട് നാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടാൻ ഉള്ളതായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ വിളി ഓരോ ദിവസത്തിലും ഉണ്ടാകുന്നു. അതിന്റെ പരിപൂർണതയിൽ കാണാം, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹുവിന് ഫീ കുല്ലി ലൈല, ഓരോ ദിവസത്തിലും റമദാനിൽ നരകത്തിൽ നിന്നിട്ട് മോചനം നൽകുക എന്ന അള്ളാഹുവിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹീത അവന്റെ പ്രതിഫലം ഈ മാസത്തിൽ ലഭിക്കും. അതെന്താണ്? അള്ളാഹു നരകത്തിൽ നിന്നിട്ട് ധാരാളം പേരെ മോചനം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നരകത്തിൽ നിന്നിട്ട് മോചനം നൽകപ്പെട്ടവരുടെ ഇനത്തിൽ പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാം ആ ഭാഗ്യം നേടിയവരായി മാറാൻ വേണ്ടി നാം രംഗത്തിറങ്ങേണ്ടതാണ് എന്നർത്ഥം. എന്നാൽ മക്ക ഇമാം തുടരുകയുണ്ടായി, ഈ സന്ദർഭത്തിൽ വാർത്താവിനിമയ കേന്ദ്രങ്ങൾ, പത്രങ്ങളാവട്ടെ, അല്ലെങ്കിൽ റേഡിയോകളാവട്ടെ, ടെലിവിഷനുകളാവട്ടെ, എന്തായിരുന്നാലും വിരോധമില്ല, ആധുനിക മാധ്യമങ്ങൾ ധാരാളമുണ്ട്. ആ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഈ വിശുദ്ധ റമദാനിനെ ലോകത്ത് ജനതയ്ക്ക് സകലം മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ പരിചയപ്പെടുത്തുക. ഈ വിശാലമായ ആ റമദാനിന്റെ ആ മാസത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ ബഹുമതികൾ, അതിന്റെ ബഹുമാനങ്ങൾ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദിന് നൽകുന്നതായ പ്രത്യേകതകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇസ്ലാമാകുന്ന ഈ മതം സഹിഷ്ണുതയുടെ മതമാണ്, സത്യത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്, ശാന്തിയുടെ മതമാണ്. ഈ മതം ഒരിക്കലും ജനങ്ങൾക്ക് ദ്രോഹമുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിലൂടെ, അല്ലാഹു കൽപ്പിക്കുന്ന നമസ്കാരത്തിലൂടെ, അല്ലാഹു കൽപ്പിക്കുന്ന കൽപ്പനകളിലൂടെ ഷിട്ടികൾക്ക് നന്മ മാത്രമേ ഉള്ളൂ. ഷിട്ടികൾക്ക് നന്മയില്ലാതെ തിന്മയുടെ ഒരു ഭാഗവും ഒരു ശതമാനവും ഈ വിശുദ്ധ മതത്തിലില്ല എന്നത് മറ്റു മതങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളതായ മഹാ ചാൻസ് ആണ് റമദാൻ നമുക്ക് നൽകുന്നത്. പ്രത്യേകം പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും പ്രത്യേകം എഴുത്തുകാർക്കും അപ്രകാരം തന്നെ മറ്റു വാർത്താവിനിമയ കേന്ദ്രങ്ങൾക്കുമെല്ലാം നൽകുന്നത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. സമാഹത്തുൽ ഇസ്ലാമി എന്ന ആ വിശാലമായ ഇസ്ലാമിന്റെ ആ മനസ്ഥിതി, ആ ഇസ്ലാമിന്റെ നീക്കം, ഇസ്ലാമിന്റെ നയം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ പറഞ്ഞതായ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നതായ ആയത്തിനെ മക്ക ഇമാം വിവരിച്ചതിന് ശേഷം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആ ആയത്തിന്റെ അല്പശേഷം പറഞ്ഞതായ വിശ്വാസപരമായ ക്ലിയറിംഗ് അത് വളരെ മുഖ്യമാണ്. സത്യവിശ്വാസികൾ ഈ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കുന്ന, പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്താലും, എന്ത് അമൽ ചെയ്താലും
അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ നിബന്ധന എന്താണ്? വഹുവ മുഅ്മിൻ. ഖുർആൻ പറയുകയാണ് അവൻ സത്യവിശ്വാസിയായിട്ട് ചെയ്യണം എന്നതുപോലെ റമളാൻ മാസവും മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം. അള്ളാഹുവിനെ കൊണ്ടുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തിന്റെ ഉടമയായിട്ടാണ് നോമ്പ് പിടിക്കേണ്ടത്. അതിൽ വല്ല വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച അകറ്റാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. ആരാധനയുടെ എല്ലാ ഇനങ്ങളും അള്ളാഹ്ക്ക് സമർപ്പിക്കുന്ന വ്യക്തിയും അള്ളാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവന് മാത്രമാണ് ആരാധന സമർപ്പിക്കേണ്ടത്. ആരാധനയുടെ സർവ്വ ഇനങ്ങളും അവനല്ലാതെ സമർപ്പിക്കാൻ പാടില്ല. ഷെട്ടികൾക്കൊരു കഴിവുമില്ല, ഷെട്ടികളിലുള്ള കഴിവെല്ലാം ഷെട്ടാവ് കൊടുത്തിട്ട് വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഖവി, അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ള, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനായ മഹാശക്തൻ. അതുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കിയും കൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനിൽ നിന്നിട്ട് നന്മയെ അഥവാ സ്വർഗത്തെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം. അതാണ് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. അങ്ങനെയാണെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയതായ സർവ്വ പാപങ്ങൾ അവന്റെ പുറത്ത് കിട്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച റമളാനിന്റെ ആയത്തിന്റെ മധ്യത്തിൽ അള്ളാഹു നമുക്ക് ഇറക്കിയതായ ആയത്തിനെ ഇന്ന് മക്ക ഇമാം വിശദീകരിക്കുകയുണ്ടായി. ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് ആണ് ഖുതുബ ഓതിയത്. അദ്ദേഹം പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ആയത്ത് നമുക്ക് അള്ളാഹുമായുള്ള ടച്ച് ബന്ധം അത് വളരെ വളരെ അടുത്താണ്. എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹിനോട് ആണ് ചോദിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാടി വിളിക്കുകയാണ്, അടിമകളെ നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാനാണ് മറുപടി നൽകുക. പക്ഷേ അതിന് നിബന്ധനയുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവനിലേക്ക് അങ്ങേയറ്റം അടുത്ത വ്യക്തിയാണ്, അടുത്ത ശക്തിയാണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവന് മറുപടി നൽകുന്ന ആൾ ഞാനാണ്. അതുകൊണ്ട് ഫല്യസ്തജീബൂലി, എന്റെ കൽപ്പനകൾക്ക് മറുപടി നൽകട്ടെ, എന്റെ വിധി വിലക്കുകൾ അവർ കേൾക്കട്ടെ, എന്നിട്ട് വിധികൾ നടപ്പാക്കട്ടെ, വിലക്കുകൾ ഉപേക്ഷിക്കട്ടെ. ഫല്യസ്തജീബൂലി വല്യുമിനൂ ബി, എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ. ഈ നിബന്ധന പാലിക്കണം. ആ നിബന്ധന പാലിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. ആ നിബന്ധന പാലിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറാൻ വേണ്ടി പാടുപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ മദീന ഇമാം സംസാരിച്ചതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതേ വിഷയമായിരുന്നു. അതെന്താണ്? റമളാൻ മാസം. റമളാൻ മാസത്തെ നാം സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അതിനോട് നമുക്കുള്ളതായ ബന്ധം അത് ഞങ്ങൾക്ക് ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വന്നതായ മാസമാണത്, ഒരു കൽപ്പനയാണത് എന്നത് പ്രവർത്തനത്തിലൂടെ നാം കാണിച്ചു കൊടുക്കണം എന്ന കാര്യം വിവരിച്ചുകൊണ്ടാണ് മദീന ഇമാമും ഖുതുബ ആരംഭിച്ചത്. അതെ, ആ ഖുതുബയിൽ അദ്ദേഹം മദീന ഇമാം അഥവാ ഡോക്ടർ സാലിഹ് ബദീർ ഇന്ന് വിശദീകരിച്ച കാര്യങ്ങളിൽ വിധിവിലക്കുകളെ അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ട് നോമ്പ് മുറിക്കുന്നതായ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അൽ ഇംസാഖ് അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിക്കുന്നതായ സർവ്വ കാര്യങ്ങളിൽ നിന്നിട്ട് വെടിഞ്ഞു നിൽക്കുക, അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക. മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്ർ സാദിഖ് വെളിവായയുടെ മുതൽ അഥവാ സുബഹ് ബാങ്ക് വിളിച്ചയുടെ മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും. അതാണ് മുഫത്തിറാത്തുകളെ ഒഴിവാക്കുക, ഭക്ഷണ പാനീയങ്ങളെ ഒഴിവാക്കുക. അതുപോലെ തന്നെ എന്നിട്ട് വകുലു വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി എന്ന ആയത്ത് ഓതുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദനീയമായ സമയമാകുന്ന അസ്തമാന ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ സംയോഗം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്തുക, അതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? പകൽ ചെയ്യരുത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിവരിക്കുകയുണ്ടായി. അതുകൊണ്ട് മദീന ഇമാം തുടരുകയാണ്, ഒരു വ്യക്തി യാത്ര പോവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ രീതി അവൻ യാത്ര പോകുന്ന വേളയിൽ പ്രയാസമുള്ള യാത്രയാണെങ്കിൽ അവൻ കഴിവിന്റെ പരമാവധി നോമ്പ് നോക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പലരും പ്രയാസപ്പെട്ടാലും വിരോധമില്ല, നോമ്പ് പിടിക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ യാത്ര ചെയ്യുന്ന വേളയിൽ നോമ്പ് പിടിക്കാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അങ്ങനെ അരുത്, ചെയ്യരുത്. മറിച്ച് പ്രയാസമുള്ള സന്ദർഭത്തിൽ മക്ക ഫതഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ പ്രയാസമുള്ളവർ നോമ്പ് മുറിക്കുന്ന കാണാതിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് വെള്ളം കുടിച്ച് കാണിച്ചു കൊടുത്തു. റമദാൻ മാസത്തിലായിരുന്നു മക്കം ഫതഹ് അഥവാ മക്ക റിപ്പബ്ലിക് നടന്നത്. അങ്ങനെയാണ്
അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലത് യാത്ര പോകുന്ന വേളയിൽ നാം പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമ്പ് മുറിക്കുക എന്നതാണ്. നോമ്പ് നോറ്റാൽ വിരോധവുമില്ല. ഹംസത്ത് ഇബ്നു അംർ അൽ-അസ്ലമി എന്ന സഹാബിയെ തൊട്ട് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് മദീനയിൽ വിവരിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം അജിദു മിന്നി ഖുവ, എനിക്ക് നല്ല കഴിവും കൽപ്പുമുണ്ട് എന്ന് റസൂലുള്ളാഹിയോട് അദ്ദേഹം പറയുകയാണ്. നോമ്പ് പിടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും യാത്രയിൽ. അപ്പോൾ ഞാൻ നോമ്പ് പിടിക്കണോ? ഫഹൽ അലയ്യ ജുനാഹുൻ, എനിക്ക് തെറ്റുണ്ടോ ഞാൻ നോമ്പ് പിടിച്ചാൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹിയ റുഖ്സ, അത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ ഒരു ഒഴിവ് കഴിവാണ്. ഫമൻ അഖദ ബിഹാ ഫഹു ഹസൻ, ഒരാള് അല്ലാഹുവിന്റെ ഒഴിവ് കഴിവിനെ റുഖ്സയെ ഉപയോഗപ്പെടുത്തിയാൽ അതാണ് ഉത്തമമായ രീതി. മൻ അഹബ്ബ അൻ യസൂമ ഫലാ ജുനാഹ അലൈഹി, അഥവാ പ്രയാസമൊന്നുമില്ലാതെ പ്ലെയിനിലുള്ള യാത്ര പോലത്തതായ പ്രയാസമില്ലാത്ത യാത്രയാണെങ്കിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ റുഖ്സ ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ല രൂപമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെപ്പിക്കുക എന്ന ഹിജാമ ഉണ്ടല്ലോ, ആ ഹിജാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നിന്നിട്ട് ചോര എടുക്കലാണല്ലോ ഹിജാമ എന്ന് പറഞ്ഞാൽ. ഇത് നോമ്പ് സമയത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ക്ഷീണമുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നോമ്പുള്ള വ്യക്തി ഹിജാമ നടത്തരുത്, കൊമ്പ് വെപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെങ്കിലും ഏറ്റവും നല്ല രീതി സൂക്ഷ്മത പാലിക്കൽ, പകൽ സമയത്ത് കൊമ്പ് വെപ്പിക്കാതിരിക്കലും അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയും അപ്രകാരം തന്നെ നാം നമ്മുടെ ശരീരത്തിന് ക്ഷീണവും പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഖുർആനിൽ രോഗിയെ കുറിച്ച് പറഞ്ഞപ്പോൾ രോഗിക്ക് നോമ്പ് പിടിക്കേണ്ടതില്ല, മറ്റു മാസത്തിൽ നോറ്റ് വെട്ടിയാൽ മതി, യാത്രക്കാരന് നോമ്പ് പിടിക്കേണ്ടതില്ല, മറ്റു മാസത്തിൽ നോറ്റ് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ചോര പകൽ സമയത്ത് നാം മറ്റുള്ളവർക്ക് ചോര കൊടുക്കുക എന്നത് അത് നല്ല കാര്യമാണ്, ചോര മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത്. പക്ഷെ അത് റമദാൻ പകലിൽ ഒഴിവാക്കേണ്ടതാണ്. പകലിലാകുമ്പോൾ അഥവാ നിർബന്ധമായിട്ട് ചോര കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആ നോമ്പിനെ വേറെ ഖളാ വീട്ടേണ്ടതാണ് എന്നർത്ഥം. കൂടുതൽ ചോരയാകുമ്പോൾ അതെ, അപ്രകാരം തന്നെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഭക്ഷിക്കുക, കുടിക്കുക എന്നതൊക്കെ. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെല്ലാം, അത് ഉദാഹരണത്തിന് അതിന്റെ സ്ഥാനത്ത് നിൽക്കുക, കുടിക്കുക, ഭക്ഷണം കഴിക്കുക നമ്മുടെ പള്ള നിറയാൻ വേണ്ടിയാണ്, ദാഹം തീരാൻ വേണ്ടിയാണ്. അതേസമയത്ത് നമ്മുടെ പല്ലിൽ ശേഷിക്കുന്നതായ അവശിഷ്ടങ്ങളാവുന്ന ഭക്ഷണത്തെ നാം എന്ത് ചെയ്തു? ഒരുമിച്ച് കൂട്ടി വിഴുങ്ങുകയുണ്ടായി. എപ്പോൾ? അത്താഴം കഴിച്ചതിന്റെ ശേഷം, ഫജ്ർ സാദിഖ് വെളിവായതിന്റെ ശേഷം, ബാങ്ക് വിളിച്ച ശേഷം എന്ത് സംഭവിക്കും? നോമ്പ് മുറിയും. അത് തിന്നുന്നതിന്റെ ഹുക്മിലാണ് എന്ന് പറഞ്ഞാൽ തിന്ന പോലെയാണ്, കുടിച്ച പോലെയാണ്. അതുകൊണ്ട് അതും സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ തൊള്ളയിൽ നിന്നിട്ട് വരുന്നതായ ഉമിനീര് അത് നാം വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതല്ല അതിലൂടെ. പക്ഷേ ഭക്ഷണസാധനത്തിന്റെ അവശിഷ്ടം നമ്മുടെ പള്ളിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി, തൊണ്ടയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പുള്ളതായ സന്ദർഭത്തിൽ. അപ്രകാരം തന്നെ നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ആധുനിക യുഗത്തിൽ ഉണ്ടായതായ വിധികളിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ പെട്ടതാണ് ഇത് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയോ എന്നത്. ഇഞ്ചക്ഷൻ യഥാർത്ഥത്തിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതായ സന്ദർഭത്തിൽ ആ ഇഞ്ചക്ഷൻ മുഗദ്ദിയത്തായ ഇഞ്ചക്ഷൻ ആണെങ്കിൽ, അഥവാ പോഷകാംശങ്ങൾ ഉള്ളതായ, ഗ്ലൂക്കോസ് കയറ്റൽ പോലെയുള്ളതായ, നമ്മുടെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കാനുള്ളതായ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് പകൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കേണ്ടതായ രോഗി, അവന് വേണമെങ്കിൽ രോഗിയായതുകൊണ്ട് നോമ്പ് മുറിക്കാം, അല്ലെങ്കിൽ അവൻ ആ ഇഞ്ചക്ഷൻ വെക്കുന്നതിനെ രാത്രിയിലേക്ക് ബന്ധിക്കുകയും ചെയ്യാം. അതേ സമയത്ത് വേദനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വല്ല മറ്റു രോഗങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതായ, ഷുഗർ രോഗം പോലത്തതായ രോഗങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതായ ഇഞ്ചക്ഷനുകൾ അതിലൂടെ നോമ്പ് മുറിയുന്നതുമല്ല. അതിൽ പെട്ടതാണ് ഇപ്പോൾ ഉള്ളതായ ലുഖാഹ് എന്ന് പറയുന്നതായ ഈ കൊറോണ യുഗത്തിൽ നമുക്ക് പരിചയമുള്ളതായ ഇഞ്ചക്ഷൻ. അതെന്താണ്? പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി, ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാം കണ്ടുപിടിക്കപ്പെട്ടതായ ആ ഇഞ്ചക്ഷനും പകലിൽ വെച്ചാൽ എന്ത് സംഭവിക്കുന്നതല്ല, നോമ്പിന് കോട്ട തട്ടുന്നതല്ല. എന്നാലും പണ്ഡിതന്മാരുടെ അഭിപ്രായം അത്തരം കാര്യങ്ങളൊക്കെ രാത്രിയിലേക്ക് നീട്ടിവെക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് എന്ന് പ്രത്യേകം മദീന ഇമാമ് ഉണർത്തുകയുണ്ടായി. അപ്രകാരം തന്നെ നാം നോമ്പ് പിടിച്ചതായ സന്ദർഭത്തിൽ വാസനദ്രവ്യങ്ങൾ
ഉപയോഗിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. ഈ വാസനദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ ബുഖൂർ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തേണ്ടതാണ്. അഥവാ ശരീരത്തിന്റെ അകത്തേക്ക് ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്ക് കയറ്റുന്നതായ പുക പോലത്തതായ അറബികൾ ഉപയോഗിക്കുന്നതായ ഊതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ അത് തടിയുള്ള സാധനമായതുകൊണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുള്ളതായ ഭാഗമാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ജുർമി എന്ന് പറയും അറബി ഭാഷയിൽ. അഥവാ തടിയുള്ളതായ കാര്യങ്ങൾ നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ കടന്നിട്ട് തൊണ്ടയിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അത് നോമ്പിനെ ബാധിക്കും, നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ മറ്റു വാസന ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. കരുതിക്കൂട്ടി ആരെങ്കിലും ഛർദിച്ചാൽ അവന്റെ നോമ്പ് ഫസാദാകുന്നതാണ്. അതേസമയത്ത് സ്വയമായി ഛർദി ഉണ്ടായാൽ ആ ഛർദി കൊണ്ട് നോമ്പിന് കോട്ടം തട്ടുന്നതും അല്ല എന്ന് മദീന ഇമാം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. അപ്രകാരം തന്നെ വല്ലവരും കിഡ്നിക്കുള്ളതായ, ഇപ്പോൾ കിഡ്നി കഴുകുക എന്നതൊക്കെ ഇന്ന് വ്യാപകമാണ്. ആ കിഡ്നി രോഗമുള്ളവരുടെ ഇടയിൽ നമുക്കറിയാവുന്നതുപോലെ നമുക്കെല്ലാം അങ്ങനെയുള്ളതായ രോഗത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെയുള്ള രോഗം പിടിപെട്ടവരിൽ നിന്നിട്ട് അവരുടെ രോഗത്തെ അല്ലാഹു ശിഫിയാക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ കിഡ്നി രോഗമുള്ളവര് അഥവാ പകൽ സമയത്ത് കഴുകുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവന്റെ നോമ്പ് മുറിയും. കാരണം പുറത്തുനിന്ന് പലതും അവന്റെ ശരീരത്തിലേക്ക് കയറുന്നു, പിന്നെ പുറത്തിറങ്ങി വരികയും ചെയ്യുന്നു. അത് കാരണത്താൽ തന്നെ കിഡ്നി രോഗം പിടിപെട്ട വിഭാഗം അത് കഴുകാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അത് ഒന്നിരിക്കലോ നോമ്പ് പിടിക്കുകയാണെങ്കിൽ രാത്രി വേളയിൽ ചെയ്യാനോട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോമ്പ് നോക്കാതിരിക്കുക. നമുക്കറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതായ യാത്രക്കാരനാവട്ടെ അല്ലെങ്കിൽ രോഗം പിടിച്ച ആളാവട്ടെ, ഈ രണ്ട് വിഭാഗവും നോമ്പ് മുറിക്കുകയാണെങ്കിൽ ആ നോമ്പിനെ അവർ ശരിക്കും ഓർമ്മയിൽ എഴുതി വെച്ചിട്ട് മറ്റു മാസങ്ങളിൽ അടുത്ത റമളാൻ വരുന്നതിന് മുമ്പായിട്ട് അവൻ നോമ്പിനെ വീട്ടേണ്ടതാണ്. ഈ സ്ഥാനത്ത്, രോഗിയുടെ സ്ഥാനത്ത് നിൽക്കുന്നതായ വിഭാഗമാണ് ആര്? സ്ത്രീകളുടെ കൂട്ടത്തിൽ കുട്ടികൾക്ക് മുല കൊടുക്കുന്നതായ സ്ത്രീകളും അതുപോലെ ഗർഭം ധരിച്ചതായ സ്ത്രീകളും. അവരുടെ നഫ്സിൽ അവർക്ക് ശരീരത്തിന് കോട്ടം തട്ടും നോമ്പ് പിടിച്ചാൽ കുട്ടിക്ക് അതിന്റെ കോട്ടവും തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പ് പിടിക്കാതിരിക്കുകയാണെങ്കിൽ ആ രൂപത്തിലുള്ളതായ സ്ത്രീകൾ രോഗികളുടെ സ്ഥാനത്തായതുകൊണ്ട് അവർക്ക് നോമ്പ് ഒഴിവാക്കുന്നുണ്ട്, വിരോധമില്ല. പക്ഷെ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. അവര് നോമ്പ് തന്നെയാണ് നോക്കേണ്ടത്. കളയായിട്ട് അവര് അടുത്ത റമളാൻ വരുന്നതിന് മുമ്പായിട്ട് അവരതിനെ നോറ്റുവിട്ടിയാൽ മതിയാവുന്നതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. നിർബന്ധമായിട്ടും റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാകുന്ന ഈ ദിവസത്തിൽ വരാൻ പോകുന്നതായ നോമ്പുകളിലും ഇബാദത്തുകളിലുമെല്ലാം വേണ്ടതുപോലെ നാം അള്ളാഹു നമ്മളോട് ശാസിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ് എന്നാണല്ലോ പറഞ്ഞത്. ആ തഖ്വ നമ്മളിൽ ഉടലെടുക്കാൻ വേണ്ടി, നമ്മിൽ നിന്നിട്ട് ഉടലെടുക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യുക? ഈ അള്ളാഹുവിന്റെ വിധികൾ എന്താണ്, വിലക്കുകൾ എന്താണ് എന്നത് വളരെ ശ്രദ്ധിക്കുക. റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരനാണ്, അവന്റെ നോമ്പിൽ അവന് ലഭിക്കുന്നതല്ല ഇല്ലൽ ജൂഉ വൽ അത്ഷ്, അവന് വെറും ധാരാളമായിട്ട് അവൻ പട്ടിണി കിടക്കുന്നു, ധാരാളമായിട്ട് അവന് ദാഹിച്ചു കിടക്കുന്നു എന്നല്ലാതെ, ദാഹവും പട്ടിണിയുമല്ലാതെ അവന്റെ നോമ്പിലൂടെ അവന് ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള എത്ര നോമ്പുകാരാണെന്ന് നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി ഇവിടെ സ്മരണീയമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നാവിനെ സൂക്ഷിക്കുന്നില്ല, കണ്ണിനെ സൂക്ഷിക്കുന്നില്ല, കാതിനെ സൂക്ഷിക്കുന്നില്ല. നോമ്പ് നോറ്റിട്ട് അള്ളാഹു അനുവദിക്കാത്തത് കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. ഇതൊക്കെ ഈ നെറ്റ് യുഗത്തിലും അപ്രകാരം തന്നെ വാട്സാപ്പ് യുഗത്തിലും അപ്രകാരം തന്നെ നമ്മുടെ കൂടെ ആധുനിക മാധ്യമങ്ങൾ വ്യാപകമായ യുഗത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ ഇബാദത്തുകൾക്ക് കോട്ടം തട്ടാൻ, അതിന് ജുർഹുണ്ടാവാൻ സാധ്യതയുള്ളതായ ഇങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം നാം ഒന്നിരിക്കലും ഉപയോഗിക്കാതിരിക്കണം. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിനെ അള്ളാഹു വിരോധിച്ച ഭാഗങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതുമാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ നോമ്പ് പരിപൂർണമായ നോമ്പായി മാറാൻ വേണ്ടി, സ്വീകാര്യമായ നോമ്പായി മാറാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്നിട്ട് സ്വീകരിക്കുന്ന നോമ്പാവണം. അതാണല്ലോ നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. നമ്മുടെ നോമ്പിനെ പരിപൂർണമായ നോമ്പാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ളതായ ശൈലി ഉപയോഗിക്കാൻ കാരണം.
അതുപോലെ തന്നെ നോമ്പുള്ളതായ സമയത്ത് നേരത്തെ പറയാൻ വിട്ടുപോയതായ കാര്യമാണ്, നോമ്പ് ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് ഹൈറോ നിഫാസോ ഉണ്ടായാൽ, പ്രസവച്ചോരയോ മെൻസസോ ഉണ്ടായി കഴിഞ്ഞാൽ അവര് നോമ്പ് ഒഴിവാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിലുള്ളതായ ഹദീസിലൂടെ നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്, അലൈസ യഹദാകുന്ന ഇദാ ഹാളത് ലം തസും വലം തുസല്ലി എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയുണ്ടായി. നിങ്ങൾ എന്നിട്ട് ഒരു വ്യക്തിക്ക് ഹൈദുണ്ടായാൽ, മെൻസസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രസവച്ചോരയുണ്ടായാൽ നിങ്ങൾ നോമ്പ് പിടിക്കാറില്ലല്ലോ? അതെ എന്ന് അവർ മറുപടി നൽകി. അപ്പോൾ റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പുള്ള സമയത്ത് ആർക്കെങ്കിലും ഹൈദുണ്ടായാൽ, നിഫാസ് ഉണ്ടായാൽ അവരുടെ നോമ്പ് ഫസാദാകുന്നതാണ്. എന്നാൽ നോമ്പ് ഫസാദാകുന്ന കാര്യത്തിൽ നിർബന്ധമായി പഠിക്കേണ്ടതായ മറ്റൊരു ഭാഗം അത് സംയോഗം ചെയ്യുക എന്നതാണ്. നമ്മുടെ ഭാര്യയുമായിട്ടുള്ളതായ ഭാര്യ ഭർത്തൃ സമ്പർക്കം പുലർത്തുക, അത് വളരെ വലിയ വന്തോഷവും ഹറാമുമാണ് റമദാൻ മാസം പട്ടാപ്പകലിൽ. അഥവാ വല്ലവരും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നോമ്പ് ഫസാദായി. അങ്ങനെ സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ നമ്മൾ നിന്നിട്ട് ഇന്ദ്രിയം ഇറങ്ങാതിരിക്കട്ടെ, സമ്പർക്കത്തോടു കൂടി നമ്മുടെ നോമ്പ് ഫസാദാകുന്നതാണ്. എന്ന് മാത്രമല്ല, ആ നോമ്പ് ഫസാദാക്കിയത് കാരണത്താൽ അവൻ അതിന് പകരം എന്ത് വേണം? ഒന്നിരിക്കലും ഒരു റഖബയെ, അടിമയെ ചെല്ലണം, മോചിപ്പിക്കണം. അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം. അല്ലെങ്കിൽ അവൻ എന്ത് വേണം? 60 മിസ്കിന്മാർക്ക് ഭക്ഷണം നൽകണം. ഈ രൂപത്തിലുള്ളതായ നഷ്ടപരിഹാരമാണ് ആ രൂപത്തിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ശൈലി ബുഖാരിയിൽ നമുക്ക് കാണാവുന്നത് പോലെ ഈ രൂപത്തിലുള്ളതായ നഷ്ടപരിഹാരം അത് 2 പേരും നൽകേണ്ടതാണ്. ആ 2 പേരിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഫുഖഹാക്കൾ ഉണർത്തുകയുണ്ടായി, അഥവാ സ്ത്രീ നിർബന്ധിതാവസ്ഥയിലാണ് അവൾ ചെയ്തതെങ്കിൽ, അവൾ പങ്കാളിയായതെങ്കിൽ അവളുടെ ആ നോമ്പ് കള വീട്ടിയാൽ മതി. അവൾക്ക് ഈ വലിയ കഫാറത്ത് അവൾ നൽകേണ്ടതില്ല. കാരണം അവൾ മുക്രഹത്താണ്, നിർബന്ധിക്കപ്പെട്ടതാണ്. അഥവാ അവളും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ 2 പേരും ഈ രൂപത്തിലുള്ളതായ കഫാറത്ത് നൽകേണ്ടതാണ് എന്നതാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. മഹാനായ ജാബിർ പറയുകയുണ്ടായി, നീ നോമ്പ് പിടിക്കുകയാണെങ്കിൽ നിന്റെ കാത് നോമ്പ് പിടിക്കട്ടെ, നിന്റെ കണ്ണ് നോമ്പ് പിടിക്കട്ടെ, നിന്റെ നാവ് നോമ്പ് പിടിക്കട്ടെ. അപ്പോൾ പ്രധാനമാണ് നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അവയവങ്ങളെല്ലാം നോമ്പ് പിടിക്കുക എന്നത്. എന്ന് മാത്രമല്ല, ലാ തജഅൽ യൗമ ഫിത്രിക വസൗമിക സവാ, നീ നോമ്പ് നോക്കുന്ന ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാക്കി മാറ്റരുത്, രണ്ടിലും വ്യത്യാസമുണ്ടാകണം എന്ന് പ്രത്യേകം മഹാനായ ജാബിർ റളിയല്ലാഹു തആല ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് ജൂഉം അതശുമല്ലാതെ വേറൊന്നും കിട്ടാത്തതായ ആ രൂപത്തിലുള്ള നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പായി മാറിപ്പോകരുത് നമ്മുടെ നോമ്പ് എന്നത് പ്രത്യേകം ഞാൻ ഉണർത്തുന്നു. നമുക്ക് ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ട് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ ഭാഗ്യം റബ്ബ് നമുക്ക് അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഉണർത്തുകയാണ്, ഖിറാഅത്തുൽ ഖുർആൻ ഈ മാസത്തിൽ വളരെ വർദ്ധിപ്പിക്കുക. ഖുർആനുമായുള്ളതായ ബന്ധം നമ്മൾ നിട്ട് മുറിയരുത്. റമദാൻ മാസം അത് തറാവീഹിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും സമയം കിട്ടുമ്പോഴെല്ലാം മനപ്പാടമുള്ളവര് സ്വന്തം തന്നെ ഓതിക്കൊണ്ടേയിരിക്കുക, മനപ്പാടമില്ലാത്തവര് ഖുർആൻ നോക്കിയിട്ട് ഓതുക. എന്നിട്ട് ഖുർആനുമായുള്ളതായ ടച്ച് ഈ റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അതിൽ നാം പലരും പിന്നിലാണ്. പലരും റമദാൻ മാസം വരുമ്പോൾ മാത്രം ഖുർആനിനെ തുറക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം. അതേസമയത്ത് ഈ റമദാൻ മാസം വരുന്ന സമയത്ത് അത് വെറും ഒരു ജുസുവിൽ മാത്രം പരിമിതമാക്കരുത്, അല്ലെങ്കിൽ ത്രാവീഹ് നമസ്കാരത്തിലുള്ളതായ ഖുർആൻ പാരായണത്തിൽ മാത്രം പരിമിതമാക്കരുത്. കഴിവിന്റെ പരമാവധി 1, 2, 3 ഖതം പരിപൂർണമാക്കി ഓതാൻ വേണ്ടി സാധിക്കുമെങ്കിൽ പരിശ്രമിക്കേണ്ടതും അർത്ഥസഹിതം ഖുർആനിനെ ഓതാൻ വേണ്ടി പാടുപെടേണ്ടതും ഖുർആനുമായുള്ള ബന്ധം മറ്റു മാസത്തിലൂടെ ഇല്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടേണ്ടതുമാണ്. ഖുർആനിന്റെ ഷഹറുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ് ഷഹറു റമദാൻ. കാരണം ഈ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ആദ്യമായിട്ട് ഇറക്കിയത് എന്നത് നമുക്കറിയാം. ഇത് ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും ഓതിയതായ ഖുതുബയുടെ ഷോർട്ടായ ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ, അതിലുള്ള വീഴ്ചകളെ, നെഗറ്റീവുണ്ട് നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ, നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ, നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗം പിടിച്ചവരുടെ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരിൽ നിന്നിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചവരാണെങ്കിൽ ഡിസ്ചാർജ് ആവുവാനും, അപ്രകാരം തന്നെ രോഗം പിടിപെട്ടുകൊണ്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർക്ക് അവരുടെ മുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ദീർഘായുസ്സും
തൗഫീഖും സിഹത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ദഅവത്ത് നടത്തുവാൻ, സേവനം ചെയ്യുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ ദീർഘായുസ്സും ആരോഗ്യവും ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ഇഖ്ലാസും നമുക്കേവർക്കും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ മദീനയിലും അപ്രകാരം തന്നെ വിശുദ്ധ മക്കയിലും പണ്ട് കാലഘട്ടത്തിൽ കൊറോണ യുഗത്തിന് മുമ്പ് ജനങ്ങൾ വന്നുകൊണ്ട് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാറുള്ളത് പോലെ അടുത്ത ഭാവിയിൽ തന്നെ ആ രൂപത്തിൽ എല്ലാ അമലുകളും ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൂട്ടം കൂട്ടമായിട്ട് ഈ വിശുദ്ധ ഭൂമിയിലേക്ക്, മക്കയിലേക്ക്, മദീനയിലേക്ക് വരാനുള്ള ചുറ്റുപാട് അള്ളാഹു പെട്ടെന്ന് ഉണ്ടാക്കി തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു